നെക്സ്റ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ആന്വിറ്റി ഓ പെൻഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. നമുക്ക് ഫസ്റ്റ് മീനിങ് നോക്കാം. എന്താണ് ആന്വിറ്റി എന്ന് നോക്കാം. സോ ആന്വിറ്റി എന്ന് പറയുന്നത് ഒരു ആനുവൽ റെസിപ്റ്റാണ്. നമുക്ക് നിങ്ങൾ ഇൻഷുറൻസിനകത്ത് പഠിച്ചിട്ടുണ്ട്, ആനുവലി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്കൊരു ആനുവൽ റെസിപ്റ്റായിട്ട് കിട്ടും. സോ ആനുവൽ പേയബിൾ ആണ്. ഒരു പെർട്ടിക്കുലർ ഒരു വർഷത്തിൽ വർഷാവസാനം നമുക്ക് കിട്ടുന്ന ഒരു ലംസം എമൗണ്ട്, ഒരു സം ഓഫ് എമൗണ്ട് ആണ് ആനുവിറ്റി എന്ന് പറയുന്നത്. സോ ആനുവൽ റെസിപ്റ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. സോ ഈ ആനുവിറ്റി റിസീവ്ഡ് ഫ്രം ദ കറണ്ട് എംപ്ലോയർ, നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ആനുവിറ്റി കിട്ടുന്നതെങ്കിൽ അത് ഈസ് ട്രീറ്റഡ് ആസ് എ ടാക്സ്, സാലറി, ഒരു സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്ത് ടാക്സബിൾ ആണ്. സോ ഈ ആനുവിറ്റി റിസീവ് ചെയ്യുന്നത് പാസ്റ്റ് എംപ്ലോയർ ആണ്, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ആനുവിറ്റി കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടാക്സ്ഡ് ആണ്. ബട്ട് അത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതിന് പകരം അത് ട്രീറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഇൻ ലി ഓഫ് സാലറി എന്ന ഗണത്തിലാണ്. സോ അടുത്തത് പിന്നെ പറയുന്നത് ആനുവിറ്റി റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ ദ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നല്ല. എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നല്ല എങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓൾസോ എ ടാക്സ്ഡ് ഇൻകം, ബട്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ഫ്രം എ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ആനുവിറ്റി എന്ന് പറയുന്നത് ഒരു ആനുവൽ റെസിപ്റ്റാണെന്ന് നമുക്കറിയാം. ആനുവലി നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടാണ്, സം എമൗണ്ടാണ്, ലംസം എമൗണ്ടാണെന്നുള്ളത് കിട്ടി. ആനുവിറ്റി റിസീവ് ചെയ്യുന്നത് കറണ്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇറ്റ്സ് ഫ്രം എ കറണ്ട് എംപ്ലോയർ, ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ സാലറി ആൻഡ് ഷുഡ് ബി ടാക്സ്ഡ്. ആനുവിറ്റി ഈസ് റിസീവ്ഡ് ഫ്രം ദ പാസ്റ്റ് എംപ്ലോയർ, ഇതിന് മുമ്പത്തെ എംപ്ലോയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇറ്റ് ഓൾസോ ഷുഡ് ബി ടാക്സ്ഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് അണ്ടർ ദ കാറ്റഗറി ഓഫ് സാലറി, ഇറ്റ് ഷുഡ് ബി അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ആൻഡ് ആനുവിറ്റി റിസീവ്ഡ് ഫ്രം പേഴ്സൺ അതർ ദാൻ എംപ്ലോയറുടെ കയ്യിൽ നിന്നല്ല എങ്കിൽ, ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്നല്ല നമുക്ക് ആനുവിറ്റി കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ടാക്സ്ഡ്, ബട്ട് ഇറ്റ് ഷുഡ് ബിക്കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതാണ് നമുക്ക് ആനുവിറ്റി എന്ന് പറയുന്നത്. സോ ആനുവിറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കുന്നതാണ് പെൻഷൻ. സോ എന്താണ് പെൻഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പെൻഷൻ എന്നുള്ളത് അറിയാം. നമുക്കൊരു പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ്, അല്ലേ? പെൻഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ്. അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയോ ആയിരിക്കും അവരുടെ എംപ്ലോയിക്ക് അവരുടെ സർവീസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവർ സർവീസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് റിട്ടയർമെൻറ്റിന് ശേഷം കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സിനെയാണ് പെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അപ്പോൾ ഈ പെൻഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും രണ്ട് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും. നമുക്ക് പെൻഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പെൻഷൻ എന്താണെന്നുള്ളത് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്ന് നമുക്കറിയാം. ഒരു എംപ്ലോയിയുടെ പാസ്റ്റ് സർവീസിനെ ബേസ് ചെയ്ത് അവർക്ക് അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെൻറ്റ്, അത് ഗവൺമെൻറ്റും ആകാം അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം. ആരാണോ അങ്ങനെ കൊടുക്കുന്നത് ആ ഒരു കൺസിഡറേഷൻ, പാസ്റ്റ് സർവീസിനെ ബേസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ് ആഫ്റ്റർ ദെയർ റിട്ടയർമെൻറ്റ്, അതിനെയാണ് പെൻഷൻ എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും. സോ അപ്പോൾ എന്താണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, എന്താണ് കമ്മ്യൂട്ടഡ് പെൻഷൻ നമുക്ക് നോക്കാം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെൻഷൻ, നിങ്ങൾക്ക് എന്താണോ പെൻഷൻ എന്നുള്ള അറിയാവുന്നത് അതാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. അതായത് പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ്. റിട്ടയർമെൻറ്റിന് ശേഷം ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് നമുക്ക് പീരിയോഡിക്കലായിട്ട് ഓരോ മാസവും നമുക്ക് എന്ത് കിട്ടും, പെൻഷൻ തുകയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അറിയാം. അതിനെയാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. അത് ടാക്സബിൾ ആണ്. അത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ടാക്സബിൾ ആണ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ടാക്സബിൾ ടു ബോത്ത് ദ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയി. എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ഒരു പീരിയോഡിക്കൽ പേയ്മെൻറ്റ്, നമുക്ക് പെൻഷൻ കിട്ടുന്നത് മാസമാണ്. ഒരു റെഗുലർ പീരിയോഡിക്കലാണെങ്കിൽ അതിനെയാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് കംസ് ടു ദ കമ്മ്യൂട്ടഡ് പെൻഷൻ. സോ വാട്ട് ഈസ് കമ്മ്യൂട്ടഡ് പെൻഷൻ? ഇവിടെ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പീരിയോഡിക്കലല്ല, നമുക്ക് കിട്ടാൻ പോകുന്ന പീരിയോഡിക്കലായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു ഇത്ര വർഷത്തേക്ക് നമുക്ക് ഇത്ര രൂപ വെച്ച് മാസം ഇത്ര രൂപ വെച്ച് നമുക്കറിയാം ഒരു ലംസം എമൗണ്ട് നമുക്ക് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉള്ള എമൗണ്ട് ഇത്രയാണെന്നുള്ളത് ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാണ് ടോട്ടൽ പെൻഷൻ എനിക്ക് കിട്ടാനുള്ളത് ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ്, ദിസ് മേ ബി ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പെൻഷൻ യു കുഡ് ബി റിസീവ്ഡ് എന്നുള്ളത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റും. ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പനി കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അയാളുടെ ഓരോ മാസത്തേക്ക് കൺവേർട്ട് ചെയ്ത് പീരിയോഡിക്കലായിട്ട് ആ എമൗണ്ട് കൊടുക്കുന്നു. സോ ഇത് തന്നെ എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് പീരിയോഡിക്കലായിട്ട് കിട്ടുന്നതിന് പകരം ലംസമായിട്ട് എത്രയായിരിക്കും അയാളുടെ സർവീസ്, എൻ്റെ സർവീസിനകത്ത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിനകത്ത് അയാൾക്ക് കിട്ടാൻ പോകുന്ന പെൻഷൻ തുക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത്
അതിനെ അഡ്വാൻസായിട്ട് പെൻഷൻ തുക അഡ്വാൻസായിട്ട് ലംസമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നു, മൊത്തമായോ അല്ലെങ്കിൽ അത് പാർട്ടായിട്ടോ. ചിലപ്പോൾ 50% എന്നായിരിക്കാം, ചിലപ്പോൾ 25%. നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ 25% നമ്മൾ അഡ്വാൻസായിട്ട് റിസീവ് ചെയ്യുന്നു, കമ്മ്യൂട്ടഡ് ആയിട്ട് റിസീവ് ചെയ്യുന്നു. അതിനെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 2000 രൂപ വെച്ചാണ് നമുക്ക് ഓരോ മാസവും കിട്ടുന്നതെങ്കിൽ, സോ അതിനകത്ത് ആ 2000 രൂപയുടെ നമുക്ക് വേണമെങ്കിൽ ഓരോ മാസം നമുക്ക് കിട്ടുന്നത് 2000 രൂപയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അവർ പറയും 25% അല്ലെങ്കിൽ 50% കമ്മ്യൂട്ട് ചെയ്തു. അപ്പോൾ ബാലൻസ് എത്രയേ വരുള്ളൂ? 2000 രൂപ വെച്ചാണ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് 2000 റുപ്പീസാണ്. സോ നമ്മൾ അതിനകത്ത് നിന്ന് ഒരു 50% നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ ഒരു 50% കമ്മ്യൂട്ട് ചെയ്തു. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്തപ്പോൾ ബാലൻസ് ഉള്ള 50% ആണ് അൺകമ്മ്യൂട്ടഡ്. അതായത് നേരത്തെ നമ്മൾ അൺകമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ 2000 ആയിരുന്നു, അതിൻ്റെ കമ്മ്യൂട്ടഡ് പെൻഷനായിട്ട് നമ്മളൊരു 50% എടുത്തു. അപ്പോൾ അൺകമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ 2000 ആയിരുന്നു. അപ്പോൾ 2000ൻ്റെ 50% ഓൾറെഡി കമ്മ്യൂട്ടഡ് ആയിട്ട് ഒരു ലംസമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞു. ബാലൻസ് ഇനി അയാൾക്ക് കിട്ടാൻ പോകുന്ന പെൻഷൻ എന്ന് പറയുന്നത് 1000 റുപ്പീസ് വെച്ചായിരിക്കും. സോ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ നമുക്ക് നോക്കാം, പ്രോബ്ലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ടാക്സബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ നമുക്ക് ടാക്സബിൾ ആണ്, ഫുള്ളി ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. കമ്മ്യൂട്ടഡ് പെൻഷൻ നമുക്ക് ടാക്സബിൾ ആണ്, പക്ഷേ സർട്ടൻ എക്സംഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. കാരണം ഒരു ലംസം എമൗണ്ട് ആണ് ഇവിടെ എടുക്കുന്നത്, അല്ലേ? ലംസം എമൗണ്ട് ആണ്. ചിലപ്പോൾ ഒരു 5 ലാഖെന്നോ അല്ലെങ്കിൽ 2 ലാഖെന്നൊക്കെ ഒരു ലംസം എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടാക്സബിലിറ്റി ഫുള്ളി ടാക്സബിൾ ആകുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ടാക്സ് പോകും. അതുകൊണ്ട് അവിടെ എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കാം. എക്സംഷൻ റെസ്പെക്ട് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 10A പ്രകാരം കൊടുക്കുന്നുണ്ട്. അവിടെ ഫസ്റ്റ് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് കമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഗവൺമെൻറ് എംപ്ലോയീസിന് എത്ര എമൗണ്ട് ആണോ അവർക്ക് കമ്മ്യൂട്ടഡ് പെൻഷനായിട്ട് കിട്ടുന്നത് ആ ഫുള്ള് എക്സംപ്റ്റഡ് ആണ് ടാക്സിൽ നിന്നും. സോ അപ്പോൾ മറ്റുള്ള എംപ്ലോയീസിൻ്റെ കേസ് നോക്കാം. അതർ എംപ്ലോയീസിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ദെൻ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ അതർ എംപ്ലോയീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതർ എംപ്ലോയീസിൻ്റെ കേസിൽ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ്, ദാറ്റ് എംപ്ലോയി റിസീവ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഒരു എംപ്ലോയി അതർ എംപ്ലോയി ആണ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്, ആ നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട് എങ്കിൽ ഇത് എംപ്ലോയി റിസീവ് ഗ്രാറ്റുവിറ്റി. എക്സംഷൻ എന്തിൻ്റെ ബേസ് ചെയ്തുള്ള? കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ബേസ് ചെയ്തുള്ള എക്സംഷൻ എങ്ങനെയായിരിക്കും നോക്കാം. എക്സംഷൻ എന്ന് പറയുന്നത് 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ വിച്ച് ഹി ഈസ് നോർമലി എൻറ്റൈറ്റിൽഡ് ടു റിസീവ്. അയാൾക്ക് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടഡ് പെൻഷൻ, ടോട്ടൽ എലിജിബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 1/3 കണ്ടുപിടിച്ചിട്ട് അത് എക്സംഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയേക്കുന്ന റിസീവ്ഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് 2 ലാഖാന്ന് വിചാരിക്കുക. സോ അപ്പോൾ അതിൻ്റെ 50% ആണ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ 100% 4 ലാഖ് ആയിരിക്കും. അപ്പോൾ എലിജിബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ അല്ലെങ്കിൽ എലിജിബിൾ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത് 2 ലാഖിൻ്റെ ഇരട്ടി 4 ലാഖ് ആയിരിക്കും. ആ 4 ലാഖിൽ നിന്നും 4 ലാഖിൻ്റെ 1/3 കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടിയ 2 ലാഖിൽ നിന്നും മൈനസ് ചെയ്യുക. കുറച്ചും കൂടി ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫോർമുല രൂപത്തിൽ നമുക്ക് അതിൻ്റെ എക്സംഷൻ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ വിച്ച് ഈസ് നോർമലി എൻറ്റൈറ്റിൽഡ് ടു റിസീവ്. നമുക്ക് എപ്പോഴാണോ കിട്ടാനുള്ള അല്ലെങ്കിൽ സാധാരണ കിട്ടേണ്ട വാല്യൂ, അതായത് എലിജിബിൾ എന്ന് നമുക്ക് പറയാം അല്ലെ. ഒരു റിട്ടയർഡ് പേഴ്സണ് സാധാരണ ടോട്ടൽ കിട്ടാനുള്ള പെൻഷൻ തുക എത്രയാണ് അതിൻ്റെ 1/3 കണ്ടുപിടിച്ചിട്ട് എക്സംഷൻ കിട്ടിയ കമ്മ്യൂട്ടഡ് പെൻഷനിൽ നിന്നും കിട്ടിയ കമ്മ്യൂട്ടഡ് പെൻഷൻ മൈനസ് 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ വിച്ച് ഈസ് നോർമലി എൻറ്റൈറ്റിൽഡ് ടു റിസീവ്. കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള പെൻഷൻ്റെ 1/3 മൈനസ് ചെയ്യാം. സോ അതല്ല എങ്കിൽ നമുക്ക് ആ രീതിയിലല്ല എങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്തോളും എക്സംഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 1/3 ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് എത്രയാണോ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഇൻറ്റു 100. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സംഷൻ കണ്ടുപിടിക്കാം. 1/3 ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഇൻറ്റു 100. നമുക്ക് എത്ര 1/3 ഇൻറ്റു, അപ്പോൾ ഇത് 1/3 തന്നെ എങ്ങനെയാണ്, എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ 1/3, അല്ല എങ്കിൽ നെക്സ്റ്റ് പറയാൻ പോകുന്ന അടുത്ത കണ്ടീഷൻ അത് കിട്ടുന്നില്ല എങ്കിലുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന ആൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആൾക്കാണെങ്കിൽ ഇഫ് ദ പേഴ്സൺ ഹു റിസീവ് ദ ഗ്രാറ്റുവിറ്റി then the exemption can be find it out the two way. This is the second way. Already we are discussed the first way. The second way is we are quoted in a bracket 1/3 into commuted pension received divided by percentage of commuted pension into 100.
So the second category under other employee is if the employee does not receive the gratuity കിട്ടാത്ത ആൾക്കാണെങ്കിൽ, so how we can find it out the exemption. So instead of 1/3 we are already divided with 1/3 of the commuted value of pension. Here we are calculated by half of the commuted value of pension. That means 1/2 of commuted value of pension which is normally entitled to receive. അയാൾക്ക് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള പെൻഷൻ തുക, അതാണ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത്. അയാൾക്ക് ടോട്ടൽ, അതായത് നമുക്ക് റിസീവ് ചെയ്തതല്ല, കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്യുന്നതല്ല, അയാൾക്ക് മൊത്തത്തിൽ എത്ര കിട്ടാൻ എലിജിബിൾ ആണ്, എൻ്റെ ലൈഫിൽ സർവീസ് വെച്ചുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇനി എത്ര കിട്ടാൻ അയാൾ എലിജിബിൾ ആണ്, അതിൻ്റെ 1/2 എക്സംഷൻ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ ആ ബ്രാക്കറ്റിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഫോമുല, അതിനകത്ത് 1/2 ചേർത്താൽ മതി. 1/2 ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഇൻറ്റു 100. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എക്സംഷൻ. സോ നമുക്ക് ഇതാണ് അതിൻ്റെ തിയറി പോർഷൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആനുവിറ്റി എന്ന് പറഞ്ഞു. ആനുവിറ്റി എന്ന് പറയുന്നത് ഒരു ലംസം എമൗണ്ട് ആണ്. നമുക്കിതിന് ശേഷം എന്ത് ചെയ്യാം, പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം, പെൻഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അപ്പോൾ ആനുവിറ്റി ജസ്റ്റ് തിയറി മാത്രമാണ് ബേസിക്കലി ഉള്ളൂ. ഒരു ആനുവൽ റെസിപ്റ്റ് ആണ് ആനുവിറ്റി എന്ന് പറയുന്നത്. അത് 3 രീതിയിൽ അത് പറയുന്നുണ്ട്. കറണ്ട് എംപ്ലോയർ, പ്രീവിയസ് എംപ്ലോയർ, അല്ലെങ്കിൽ പാസ്റ്റ് എംപ്ലോയർ, അല്ലെങ്കിൽ അതർ ദാൻ ആൻ എംപ്ലോയർ. 3 കേസിലും ടാക്സ്ഡ് ആണ്. മറ്റേ സാലറി, ഒന്ന് പ്രോഫിറ്റ് ഇൻ യുവർ സാലറി, മറ്റ് അതർ സോഴ്സ്. അടുത്ത പറഞ്ഞതാണ് പെൻഷൻ. പെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മീനിങ്. ഒരു പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ്. ഇസ് ഗിവൺ ബൈ ഗവൺമെൻറ് ഓർ നോൺ ഇസ് എ കമ്പനി, government company or any other company is given to an employee for their services. That should be payable. That pension should be payable periodically after his retirement. റിട്ടയർമെൻറ്റിന് ശേഷമായിരിക്കും കൊടുക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 രീതിയിലുണ്ട്, അൺകമ്മ്യൂട്ടഡ് ഉണ്ട്, കമ്മ്യൂട്ടഡ്. അൺകമ്മ്യൂട്ടഡ് ഓൾറെഡി യു നോ അൺകമ്മ്യൂട്ടഡ് ഇസ് എ പീരിയോഡിക്കൽ പേയ്മെൻറ്റ്, ഇറ്റ്സ് എ റെഗുലർ മന്ത്ലി പേയ്മെൻറ്റ്. ദാറ്റ്സ് എ കമ്മ്യൂട്ടഡ് uncommuted pension, that's fully taxable for both the employees. Both the means government and non-government. And in the other cases commuted pension കേസിൽ നമുക്കറിയാം ഇറ്റ്സ് എ ലംസം എമൗണ്ട്. Instead of giving a regular payment, we are maybe advance some amount, we advancely receive some amount by calculating the commuted pension all over part. So അവിടെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത്. കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ കേസിൽ ടാക്സബിലിറ്റി 2 ആണ്, ഫുള്ളി ടാക്സബിൾ അല്ല, എക്സംഷൻ ഉണ്ട്. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയീസിലാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അത് എംപ്ലോയീസിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് ഇനി നേരെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മിസ്റ്റർ രമേശ് റിട്ടയർ ഫ്രം സർവീസ് ഓൺ 31st December 2019. ഹിസ് മന്ത്ലി പെൻഷൻ വാസ് ഫിക്സഡ് അറ്റ് 6,000 per month. He commuted half of his pension and received rupees 2,70,000. Compute his taxable commuted pension for the previous year 2019-20 if he is, 3 condition is there. First one, a government employee. If Mr. Ramesh should be treated as a government employee, then what will be his commuted pension, commuted taxable pension? Then second category, a private employee who received the gratuity, and third is a private employee, he did not receive the gratuity. Here in the question we can assess, we can notice he is retired, that Mr. Ramesh, in the first cases he is a government employee, that Mr. Ramesh is retired from his service on 31st December 2019. So അവിടെ അക്കാഡമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അപ് ടു 31st March 2019 ആണ്. അതായത് 1920 പറയുന്ന പ്രീവിയസ് ഇയർ, 2019-20 പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2019-20 പ്രീവിയസ് ഇയറിൽ അയാൾക്ക് പ്രീവിയസ് ഇയർ കമ്മ്യൂട്ടഡ് പെൻഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 2019 31st March 2020 വരെയുള്ള പ്രീവിയസ് ഇയറിലെ പെൻഷൻ, ടാക്സബിൾ പെൻഷൻ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 31st December 2019 റിട്ടയർ ആയത്. അതിനുശേഷം 3 മാസമേ അയാൾക്ക് പെൻഷൻ്റെ തുക കിട്ടുകയുള്ളൂ. ഏത്, ഈ പറഞ്ഞ 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ. എന്തുകൊണ്ടാണ് 3 മാസം എന്ന് പറയാൻ കാര്യം? കാരണം ആഫ്റ്റർ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ദർ ഇസ് എ ഇയർ എൻഡ് അല്ലേ, ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നുണ്ട് 31st March 2020 ആയി. അപ്പോൾ പ്രീവിയസ് ഇയർ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആ 3 മാസത്തെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ 3 മാസം കൊണ്ട് അയാൾ എന്ത് ചെയ്തു, കമ്മ്യൂട്ടഡ് പെൻഷൻ, ഹാഫ് ഓഫ് ദ പെൻഷൻ ഹി റിസീവ്ഡ് 2,70,000. അയാളുടെ ഹാഫ് 50% അയാൾ എന്ത് ചെയ്തു, കമ്മ്യൂട്ട് ചെയ്തു. കിട്ടാനുള്ള, അയാൾക്ക് ആക്ച്വലി കിട്ടാനുള്ളത് എത്രയായിരുന്നു, 6,000 per month ആണ്. കമ്മ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന പെൻഷൻ 6,000 രൂപയാണ് ഒരു മാസം. അപ്പോൾ അതിൻ്റെ 50% അയാൾ 2,70,000 എന്ത് ചെയ്തു,
കമ്മ്യൂട്ട് ചെയ്തു. അപ്പോൾ അൺകമ്മ്യൂട്ടഡ് എന്ന് പറയുന്നത് 50% ഉള്ളൂ, ബാക്കി 50% കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. മൂവ് ഓൺ ടു ദ പ്രോബ്ലം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പെൻഷൻ. ഫസ്റ്റ് കാറ്റഗറി എന്ന് നമുക്കറിയാം ഗവൺമെൻറ് എംപ്ലോയീസിനാണ്. ഫോർ ഗവൺമെൻറ് എംപ്ലോയി കമ്പ്യൂട്ടർ പെൻഷൻ ഈസ് ഫുള്ളി എക്സെപ്റ്റഡ് ഫ്രം ദ ടാക്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് 2,70,000 ആണ്. അത് നമുക്ക് എന്ത് വേണ്ട, ടാക്സബിലിറ്റി വേണ്ട. പക്ഷേ അൺകമ്പ്യൂട്ടഡ് പെൻഷൻ ഈസ് ടാക്സബിൾ ടു ബോത്ത് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പോൾ ഇവിടെ അൺകമ്പ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു ഹാഫാണ്, 50% ആണ്, അല്ലെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ്, 50% അവർ കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. 6,000 ആണ് അവർക്ക് കമ്മ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കിട്ടേണ്ട എലിജിബിൾ ആയിട്ടുള്ള പെൻഷൻ. ആ 6,000 എന്ന് പറയുന്നത് 100% ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് കമ്മ്യൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ബാലൻസ് വരുന്ന എത്രയേ ഉള്ളൂ, ഹാഫ് ഓഫ് 6,000 അല്ലെങ്കിൽ 1/2 ഓഫ് 6,000. അതാണ് നമുക്കുള്ള ഇനിയുള്ള കിട്ടാൻ പോണ പെൻഷൻ. അപ്പോൾ എത്ര മാസത്തേക്ക് ഇനി കിട്ടേണ്ടുള്ളൂ? ഡിസംബറിലാണ് റിട്ടയർ ആയത്, ഡിസംബറിൽ റിട്ടയർ ചെയ്തു. ദെൻ പിന്നെ ഉള്ളത് എത്രയേ ഉള്ളൂ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 3 മാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ എഴുതിയേക്കുന്നത് അൺകമ്പ്യൂട്ടഡ് പെൻഷൻ ഈസ് ഈക്വൽ ടു 50% അല്ലെങ്കിൽ ഹാഫ് 1/2 ഓഫ് 6,000 ഇൻറ്റു 3 months. 3 months എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഓഫ് 2020. അയാൾ റിട്ടയർ ചെയ്ത് 31 ഡിസംബർ 2019 ആണ്. അതായത് 6,000ൻ്റെ ഹാഫ് ഇൻറ്റു 3, അതായത് 3,000 ഇൻറ്റു 3 9,000 ആണ് അയാളുടെ പെൻഷൻ, ടോട്ടൽ പെൻഷൻ എന്ന് പറയുന്നത് അൺകമ്മ്യൂട്ടഡ് ആയിട്ട്. കമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് 9,000 ആണ്. ദാറ്റ് ഷുഡ് ബി ടാക്സബിൾ. പക്ഷേ ഇവിടെ 9,000 ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ സാലറി അല്ലേ, സാലറി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഉള്ളതുകൊണ്ട് നമുക്കിത് ടാക്സബിലിറ്റിയിലേക്ക് വരില്ല. ഓൾറെഡി നമുക്ക് ടാക്സബിലിറ്റി ഇല്ലാതായി മാറുന്നു. അതാണ് ഫസ്റ്റ് കേസിൽ ആൻസറിൻ്റെ ഫസ്റ്റ് ആൻസറാണ്. ഗവൺമെൻറ് എംപ്ലോയിക്ക് കമ്മ്യൂട്ടർ പെൻഷൻ ടാക്സ് ഫ്രീ ആണ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6,000 ആണ് കമ്മ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന പെൻഷൻ. ക്വസ്റ്റിൽ പറഞ്ഞായിരുന്നു അല്ലേ, 6,000 ഈസ് ഫിക്സ്ഡ് ആസ് എ പെൻഷൻ ഫോർ എവറി മന്ത്. സോ അപ്പോൾ അത് അൺകമ്മ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, കമ്മ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിരുന്നു. സോ അപ്പോൾ കമ്മ്യൂട്ട് ചെയ്തതിന് ശേഷം 50% മൈനസ് ആവും അല്ലേ. അപ്പോൾ അത് എത്രയാണ്, 50% മൈനസ് ആകുന്ന 6,000 ഇൻറ്റു 50%, അതായത് 3,000 ആണ് പിന്നെ അയാൾക്ക് എലിജിബിലിറ്റി ഉള്ളൂ. സോ അപ്പോൾ എത്ര മാസത്തേക്ക് ഇനി കിട്ടാനുള്ളൂ? റിട്ടയർമെൻറ്റിന് ശേഷം ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് മാർച്ചിലാണ്. സോ റിട്ടയർ ചെയ്തത് 31 ഡിസംബർ 2019 അതിനുശേഷം 1 ജാനുവരി അല്ലെങ്കിൽ ജാനുവരി 2020, ഫെബ്രുവരി 2020 ആൻഡ് മാർച്ച് 2020 അങ്ങനെ 3 മാസത്തെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ 50% ഇനി കിട്ടാനുള്ളൂ. 50% ഓൾറെഡി കമ്മ്യൂട്ട് ചെയ്തു പോയി. സോ അങ്ങനെയാണ് 9,000 കിട്ടിയത്. അത് നമുക്ക് ടാക്സബിലിറ്റിയിലേക്ക് വരില്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതുകൊണ്ട്. സോ ഫസ്റ്റ് കാറ്റഗറി നമ്മളുടെ കഴിഞ്ഞു. നെക്സ്റ്റ് വന്നത് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് എംപ്ലോയി ഹി ഈസ് റിസീവ് ഗ്രാറ്റുവിറ്റി. അയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്. സോ നമുക്കറിയാം അയാൾ വാങ്ങിച്ച കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് 2,70,000 ആണ്. അതെന്ന് പറഞ്ഞാൽ 50%. സോ അങ്ങനെയാണെങ്കിൽ അയാളുടെ എലിജിബിൾ ആയിട്ടുള്ള 100% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2,70,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 50. ഹാഫ് ആണ് അയാൾ എന്ത് ചെയ്തത്, കമ്മ്യൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ 50% എഴുതിയത്. അല്ലെങ്കിൽ 1/2 വരെ 2/1 നേരെ തിരിച്ചിടുക അല്ലേ. 100%ലേക്ക് മാറ്റാൻ വേണ്ടി 100 ഡിവൈഡ് ബൈ 50 ഇട്ടു, അല്ലെങ്കിൽ നേരെ കിട്ടി ഹാഫ് എന്നുള്ളത് 2/1 ആക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ 5,40,000 ആണ്. സോ ഞാനിത് ആദ്യം നമ്മൾ 2 രീതിയിൽ നമ്മൾ എക്സംഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു അല്ലേ. 1/3 വെച്ചുകൊണ്ടുള്ള ഒരു ഫോമുല പഠിച്ചായിരുന്നു, അല്ലാത്ത രീതിയിലും. ഫോമുല വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കൊള്ളുക, എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. എലിജിബിലിറ്റി എങ്ങനെയാണെന്നുള്ള എളുപ്പത്തിൽ കിട്ടും. ഇത് അല്ലാത്ത രീതിയിൽ ഞാൻ പറയുകയാണ്. അയാൾക്ക് ടോട്ടൽ എലിജിബിൾ ആയിട്ടുള്ള പെൻഷനാണ് കണ്ടുപിടിച്ചത്. അതായത് നമുക്ക് കിട്ടിയ കമ്മ്യൂട്ടഡ് പെൻഷൻ ഇൻറ്റു 50% കമ്മ്യൂട്ടഡ് പെൻഷൻ എടുത്തത്. അപ്പോൾ ആ കമ്മ്യൂട്ടഡ് പെൻഷനിൽ നിന്നും 50% നേരെ റിവേഴ്സ് ചെയ്യുന്നു. 50/100 വരും, 100/50 ഇട്ടു, അല്ലെങ്കിൽ 1/2 വരും, 2/1 ഇട്ടപ്പോൾ നമുക്ക് 5,40,000 കിട്ടി. ദാറ്റ്സ് ആൻ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ. ദാറ്റ് ഇസ് ടോട്ടൽ എലിജിബിൾ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ. അതാണ്. സോ അപ്പോൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 2,70,000. ദെൻ അതിൽ നിന്നും എക്സംഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ എക്സംഷൻസ് കണ്ടുപിടിക്കാം? നമ്മളുടെ ഈ എലിജിബിൾ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ 1/3, കാരണം ഇവിടെ ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1/3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സംഷൻ കിട്ടും. സോ എക്സംഷൻ എന്ന് പറയുന്നത് 1,80,000 ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്?
1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ വിച്ച് ഇസ് നോർമലി എൻഡോഡ് റിസീവ്. അതായത് 1/3 ഇൻറ്റു 5,40,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,80,000. അതാണ് നമ്മുടെ എക്സംഷൻ. ഇത് തന്നെ ഈ 1,80,000 കിട്ടാൻ വേണ്ടി നമുക്ക് മറ്റേ ആ ഫോമുല പ്രകാരം എങ്ങനെയാണ് 1/3 ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് അതായത് 2,70,000 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ് 50 അല്ലേ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50 ആണ്, ഇൻറ്റു 100 കിട്ടുമ്പോൾ ഈ 1,80,000 കിട്ടും. 1/3 ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് 2,70,000 ആണ്, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ, അതായത് ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 50% ആയിട്ട് മാറ്റി. ആ ഹാഫ് എന്നുള്ളത് 50% ആയി. അപ്പോൾ ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 വേണ്ട, ഇൻറ്റു 100 ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1,80,000 കിട്ടും. സോ അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്തത് 2,70,000 ആണ്, എക്സംഷൻ നമുക്ക് കിട്ടിയത് 1,80,000 ആണ്. എങ്കിൽ നമ്മുടെ ടോട്ടൽ പെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് നമുക്ക് ടാക്സബിലിറ്റിയിലേക്ക് എത്തിയില്ല, നമുക്ക് 90,000 കിട്ടി. അതിൻ്റെ കൂടെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മറ്റാളുടെ കേസിൽ. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ കേസിൽ മറ്റാളുടെ കേസിൽ കണ്ടുപിടിച്ചപ്പോൾ തന്നെ 3,000 ഇൻറ്റു 3 9,000 കിട്ടി. സോ അപ്പോൾ ടോട്ടൽ അൺകമ്മ്യൂട്ടഡ് പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനും തമ്മിലുള്ള, അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ നമ്മൾ എക്സംഷൻ കഴിഞ്ഞിട്ട് 90,000 കിട്ടി. അതിനുശേഷം കമ്മ്യൂട്ടഡ് പെൻഷൻ നമുക്ക് ഫുള്ളി ടാക്സബിൾ ആണ്, അത് 9,000. ടോട്ടൽ പെൻഷൻ എന്ന് പറയുന്നത് 99,000 ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. സോ അതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 50,000 മൈനസ് ചെയ്യുമ്പോൾ ടാക്സബിൾ പെൻഷനായ 49,000 കിട്ടി. ആർക്ക്? സെക്കൻഡ് കാറ്റഗറി ഓഫ് പേഴ്സൺ, ഹി ഈസ് എ പ്രൈവറ്റ് എംപ്ലോയി ആൻഡ് ഹി ഈസ് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി. സോ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നമുക്ക് അയാളുടെ പെൻഷൻ ടാക്സബിൾ പെൻഷനായിട്ട് അയാൾ അടക്കേണ്ട എമൗണ്ട്, ടാക്സബിൾ പെൻഷനായിട്ട് കിട്ടിയ എമൗണ്ട് 49,000 ആണ്. ഇതിൻ്റെയാണ് അയാൾക്ക് ടാക്സ് അടക്കേണ്ടി വരുന്നത്. എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഈ സ്റ്റെപ്പ് അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വാല്യൂ ഓഫ് പെൻഷൻ റിസീവ്ഡ് 2,70,000 ലെസ് എക്സംഷൻ എന്ന് പറഞ്ഞ് ആ ഫോമുല അപ്ലൈ ചെയ്യുക. 1/3 ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് അതായത് 2,70,000 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ 50 ഇൻറ്റു 100 കിട്ടിയാൽ 1,80,000 കിട്ടും. അല്ലെങ്കിൽ ഈ മെത്തേഡ് എലിജിബിൾ വാല്യൂ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ കണ്ടുപിടിച്ചു 5,40,000. എങ്ങനെയാണ്? കിട്ടിയതിനെ നേരെ പെർസെൻറ്റേജ് നേരെ തിരിച്ചിടുക. 50% എന്നുള്ളത് 100/50 അല്ലെങ്കിൽ 1/2 എന്നുള്ളത് 2/1 ഇട്ടപ്പോൾ നമുക്ക് എലിജിബിൾ കിട്ടി. സോ അതിൻ്റെ 1/3 ആ എലിജിബിൾ ആയിട്ടുള്ള പെൻഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ 1/3 ആയിരിക്കും എക്സംഷൻ. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 90,000 കിട്ടി. ദെൻ റെസ്റ്റ് ഓഫ് ഓൾ സെയിം 9,000 അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ടോട്ടൽ 99,000 ഈസ് എ പെൻഷൻ. അതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ പെൻഷൻ കിട്ടി. ഓക്കെ. ദെൻ തേർഡ് കണ്ടീഷൻ എങ്ങനെയാണ്? സോറി, ഇവിടെ സെക്കൻഡ് എന്നാണ് എഴുതിയത്, തേർഡ് കണ്ടീഷനാണ്. എ പ്രൈവറ്റ് എംപ്ലോയി ഹു ഡു നോട്ട് റിസീവ് ദ ഗ്രാറ്റുവിറ്റി. മൂന്നാമത്തെ കണ്ടീഷൻ പ്രകാരം പ്രൈവറ്റ് എംപ്ലോയി ആണ്, ബട്ട് എന്ത് കിട്ടുന്നില്ല? ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല എങ്കിൽ സെയിം വേ തന്നെ അല്ലേ, എലിജിബിലിറ്റി ഞാൻ നേരത്തെ സെയിം എഴുതി അതേ ഫോമാറ്റിൽ തന്നെ എഴുതുന്നു. എലിജിബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടഡ് പെൻഷൻ നമുക്ക് കിട്ടിയത് 5,40,000 ആണ്. ദെൻ അതിനുശേഷം അയാളുടെ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്ത് 2,70,000 ആണ്. എക്സംഷൻ കണ്ടുപിടിച്ചതു 5,40,000 1/2 നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് സെയിം വാല്യൂ അല്ലെങ്കിൽ 1/2 ഇൻറ്റു 2,70,000 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതും സെയിം എമൗണ്ട് ആണ്. എക്സംഷൻ കിട്ടിയത് 2,70,000 ആണ്. എങ്ങനെ? 1/2 ഇൻറ്റു ഇവിടെ 1/32 എന്ന് വന്നു, ബൈ മിസ്റ്റേക്ക് ആണ്, 1/2 ആണ്. 1/2 ഇൻറ്റു 5,40,000 ആണ് 2,70,000. 1/2 ഇൻറ്റു കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ ആണ്. അപ്പോൾ 1/2 ഇൻറ്റു കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എലിജിബിൾ എമൗണ്ട് ഓഫ് പെൻഷൻ ആണ് 5,40,000. അപ്പോൾ 1/2 ഇൻറ്റു 5,40,000 എന്ന് പറയുന്നത് 2,70,000 ആണ്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയ എമൗണ്ട്. നമ്മളുടെ എക്സംഷൻ ഉള്ള എമൗണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് 0 ആണ് അവിടെ കമ്മ്യൂട്ടഡ് പെൻഷൻ വഴി നമുക്ക് ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് 0 കിട്ടി. ദെൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ 9,000 ആഡ് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും? 9,000 ആയിരിക്കും. അയാൾക്ക് ടാക്സബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്. 50,000 വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതുകൊണ്ട് അയാൾക്ക് ടാക്സബിലിറ്റി ഒന്നും തന്നെ വരില്ല തേർഡ് പേഴ്സണും. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഗവൺമെൻറ് എംപ്ലോയിക്കും സെയിം കേസാണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ ടാക്സ് ഫ്രീ ആയിരുന്നു. ഇവിടെ ടാക്സ് ഫ്രീ അല്ല, എക്സംഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് ഫുള്ളായിട്ട് എക്സംഷൻ കിട്ടി കാൽക്കുലേഷൻ ചെയ്തത് വഴി. സോ അങ്ങനെയാണ് നമുക്കിവിടെ 0 ആവാൻ കാര്യം. 9,000 തന്നെ ടോട്ടൽ പെൻഷനായിട്ട് വരാൻ കാര്യം അൺകമ്മ്യൂട്ടഡ് പെൻഷൻ 9,000 ആയതുകൊണ്ട്. സോ 3 കണ്ടീഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഈ സെക്ഷൻ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടി, ഒരു അടുത്ത ലെവലിൽ പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. താങ്ക് യു.